ഇതാണ് പാകിസ്ഥാൻ. അവിടെ ആയുധങ്ങൾ ഉപയോഗിക്കുന്നവർ ആരൊക്കെയാണെന്ന് ഒരു തിരിച്ചറിവുമില്ല. തീവ്രവാദികളും സാധാരണ ജനങ്ങളും മിലിറ്ററിയും തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്നു. നമ്മുടെ കുട്ടികൾ കളിത്തോക്ക് ഉപയോഗിക്കുന്നത് പോലെയാണ് പാകിസ്ഥാനികൾ ഗ്രനേഡുകളും മെഷീൻ ഗണ്ണുകളും ഉപയോഗിക്കുന്നത്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്റെ വഴികൾ. ഏവർക്കും എന്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, എന്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, തുടർന്ന് എന്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. യുദ്ധാഗ്നി അണഞ്ഞതും ആളിക്കത്തിയതും മണിക്കൂറുകൾക്കുള്ളിലായി. ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ അംഗീകരിച്ചതായി ലോകത്തോട് ആദ്യം പറഞ്ഞത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആയിരുന്നു. അദ്ദേഹം എക്സിൽ കുറിച്ചത് ഇപ്രകാരമായിരുന്നു: അമേരിക്കയുടെ മധ്യസ്ഥതയിൽ നീണ്ട രാത്രികാല ചർച്ചയ്ക്കൊടുവിൽ ഇന്ത്യയും പാകിസ്ഥാനും സത്വരവും പരിപൂർണവുമായ ഒരു വെടിനിർത്തൽ അംഗീകരിച്ചത് ലോകത്തോട് വിളിച്ചു പറയാൻ കഴിഞ്ഞതിൽ ഞാൻ സന്തോഷവാനാണ്. ഈ വിഷയത്തിൽ സാമാന്യ ബുദ്ധിയും യുക്തിയും ഉപയോഗിച്ചതിൽ ഞാൻ രണ്ട് രാജ്യങ്ങളെയും അഭിനന്ദിക്കുന്നു. നിങ്ങൾ ഈ വിഷയത്തിൽ കാണിച്ച അവധാനതയ്ക്ക് പ്രത്യേകം നന്ദി എന്നായിരുന്നു അദ്ദേഹം എക്സിൽ കുറിച്ചത്. എന്നാൽ ഇന്ത്യയുടെ വെടിനിർത്തൽ കരാർ ഇന്ത്യ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ്, ഇന്ത്യൻ ജനതയോട് പറയുന്നതിന് മുമ്പ്, ആധികാരികമായ പ്രഖ്യാപനം വരുന്നതിന് മുമ്പേ അമേരിക്ക ഒരു ഗോഡ് ഫാദർ എന്ന നിലയിൽ ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ പ്രഖ്യാപനം നടത്തിയതിനെ പ്രതിപക്ഷം ചോദ്യം ചെയ്തുകൊണ്ട് പറഞ്ഞത് എത്രയും പെട്ടെന്ന് പാർലമെന്റ് സമ്മേളനം വിളിക്കണമെന്നോ എല്ലാ കാര്യങ്ങളും വിശദീകരിക്കണമെന്നുമായിരുന്നു. യുദ്ധത്തിൽ എന്ത് നേട്ടമുണ്ടായെന്നും ഇന്ത്യയുടെ ഭാഗത്ത് എന്തെല്ലാം നാശനഷ്ടങ്ങൾ ഉണ്ടായെന്നും അറിയാനുള്ള അവകാശം രാജ്യത്തെ ജനങ്ങൾക്കുണ്ട് എന്നായിരുന്നു പ്രതിപക്ഷം പറഞ്ഞത്. ഈ യുദ്ധം കൊണ്ട് കാശ്മീരിലെ രക്തസാക്ഷികൾക്ക് നീതി ലഭിച്ചോ എന്നും ജനങ്ങൾക്ക് അറിയേണ്ടതുണ്ട്. സത്യത്തിൽ കോൺഗ്രസും മറ്റു പ്രതിപക്ഷ നിരയിലെ കക്ഷികളും ഉന്നയിച്ചത് ന്യായമായ ആവശ്യം തന്നെയാണെന്ന് പറയാതിരിക്കാൻ വയ്യ. എന്നാൽ അതേസമയം തന്നെ വെടിനിർത്തൽ പ്രഖ്യാപനം വന്ന് മണിക്കൂറുകൾക്കകം പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചു ഷെല്ലാക്രമണവും ഡ്രോൺ ആക്രമണവും നടത്തിയെന്ന് പിന്നീട് റിപ്പോർട്ടുകൾ പുറത്തു. പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചത് ആദ്യം എക്സിൽ ട്വീറ്റ് ചെയ്തത് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയാണ്. അദ്ദേഹം അതിന്റെ വീഡിയോയും എക്സിൽ പങ്കുവച്ചിരുന്നു. അദ്ദേഹം എക്സിൽ കുറിച്ചത് ഇത് വെടിനിർത്തൽ അല്ല എന്നായിരുന്നു. ശ്രീനഗറിന്റെ മധ്യത്തിലുള്ള എയർ ഡിഫൻസ് സംവിധാനം ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ്. വെടിനിർത്തലിന് എന്താണ് സംഭവിച്ചത്? ശ്രീനഗറിലുടനീളം പൊട്ടിത്തെറികളുടെ ശബ്ദം കേൾക്കുന്നു. ജമ്മുവിൽ ഇപ്പോൾ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. നഗരത്തിൽ ഉടനീളം സൈറണുകൾ മുഴുകി കേൾക്കാം. ഇടയ്ക്കിടെ സ്ഫോടനങ്ങൾ, പീരങ്കികളുടെ അലർച്ച ഞാൻ ഇവിടെ നിന്ന് കേൾക്കുന്നു. പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് വെടിവെപ്പും ഡ്രോൺ ആക്രമണവും തുടർന്നപ്പോൾ ഒമർ അബ്ദുള്ളയുടെ തുടർച്ചയായ പ്രതികരണങ്ങൾ ഇപ്രകാരമായിരുന്നു. അതായത് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും DGMOമാർ, അതായത് ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻ, തമ്മിൽ നടത്തിയ ചർച്ചയിൽ പരസ്പരമുള്ള സൈനിക നടപടി തടയാൻ ധാരണയിൽ എത്തിയതെന്നായിരുന്നു ആദ്യത്തെ റിപ്പോർട്ട്. എന്നാൽ പ്രഖ്യാപിച്ച ഏതാനും മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പേ പാകിസ്ഥാൻ അത് ലംഘിച്ചത് എന്നായിരുന്നു ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയുടെ വാക്കുകൾ. ടൈംസ് നൗവും ANIയും റിപ്പോർട്ട് ചെയ്തതും ഇത് തന്നെയായിരുന്നു. അല്പം കഴിയുന്നതിന് മുമ്പ് തന്നെ PTI റിപ്പോർട്ട് ചെയ്തത് ഗുജറാത്തിലെ കച്ചിൽ പാകിസ്ഥാൻ ഡ്രോണുകൾ കണ്ടെത്തി കച്ചിൽ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചു എന്നായിരുന്നു. പാകിസ്ഥാനെ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് ഒമർ അബ്ദുള്ള ചോദിക്കുന്നത്. ഈ മേഖലയിലെ പൂഞ്ച്, രജൌരി, ഉറി, ടാങ്ദർ തുടങ്ങിയ പല പ്രദേശങ്ങളിലും നശിപ്പിക്കാൻ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടാൻ IMF നൽകുന്ന സാമ്പത്തിക സഹായം പാകിസ്ഥാൻ ഉപയോഗിക്കുമ്പോൾ ഈ ഭൂഖണ്ഡത്തിലെ സംഘർഷം എങ്ങനെ കുറയുമെന്നാണ് ഈ ലോകരാജ്യങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. പാകിസ്ഥാൻ IMFനോട് സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടപ്പോൾ നിലവിലെ സംഘർഷം ഇല്ലാതായാൽ പരിഗണിക്കാമെന്നായിരുന്നു മറുപടി നൽകിയത്. ക്ഷിപ്ര നേരം കൊണ്ട് സ്വഭാവം മാറുന്ന ഒരു രാജ്യത്തിന് എന്തർത്ഥത്തിലാണ് സാമ്പത്തിക സഹായം നൽകുക എന്നതാണ് ഒമർ അബ്ദുള്ളയുടെ ചോദ്യത്തിലെ ആകെപ്പും. ആ ചോദ്യത്തിന്റെ വ്യാപ്തി മനസ്സിലാവണമെങ്കിൽ ഈ വീഡിയോ കൂടി നാം കാണണം. ഇതാണ് പാകിസ്ഥാൻ. അവിടെ ആയുധങ്ങൾ ഉപയോഗിക്കുന്നവർ ആരൊക്കെയാണെന്ന് ഒരു തിരിച്ചറിവുമില്ല. തീവ്രവാദികളും സാധാരണ ജനങ്ങളും മിലിറ്ററിയും തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്നു.
നമ്മുടെ കുട്ടികൾ കളിത്തോക്ക് ഉപയോഗിക്കുന്നത് പോലെയാണ് പാകിസ്ഥാനികൾ ഗ്രനേഡുകളും മെഷീൻ ഗണ്ണുകളും ഉപയോഗിക്കുന്നത്. ആ പാകിസ്ഥാനികളെ, അവിടുത്തെ മിലിറ്ററിയെ, അവിടുത്തെ ഗവൺമെന്റിനെ ആരാണ് നിയന്ത്രിക്കുക? അവർക്കാർക്കും പരസ്പര സമന്വയത്തിന്റെ ഭാഷ അറിയില്ല. ഇന്ത്യയെ ആക്രമിക്കാൻ എല്ലാവരും ഒരേ ഭാഷയിൽ രംഗത്ത് വരും. എന്നാൽ അതിൽ നിന്നും പിന്തിരിയാൻ ആര് പറഞ്ഞാലും അവർ അനുസരിക്കുകയില്ല. അതൊരു ചോദ്യമായി തന്നെ ലോകത്തിനു മുമ്പിൽ ബാക്കി നിൽക്കുകയും ചെയ്യും. ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതായി ഡൊണാൾഡ് ട്രംപ് എക്സിൽ കുറിച്ചതിന് തൊട്ടുപിറകെ ഇന്ത്യക്ക് 8 എയർബേസുകൾ നഷ്ടപ്പെട്ടതിൽ അസ്വസ്ഥരായതിനാലാണ് ഇന്ത്യ വെടിനിർത്തലിന് സമ്മതിച്ചത് എന്നതായിരുന്നു പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ട്വീറ്റ്. അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ എക്സിൽ കുറിച്ച ഉടൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി പറഞ്ഞത് ഇന്ത്യക്ക് മേൽ പാകിസ്ഥാൻ വിജയം കൈവരിച്ചിരിക്കുന്നു എന്നാണ്. ഇതിനിടയിൽ അമേരിക്ക ഇപ്പോൾ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഒരു വാർത്ത കൈമാറിയിരിക്കുന്നു. ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ കൈവിട്ട കളിക്കൊരുങ്ങുന്നു എന്ന അതിഗൗരവമേറിയ ഇന്റലിജൻസ് റിപ്പോർട്ടാണ് അമേരിക്ക ഇന്ത്യക്ക് കൈമാറിയിരിക്കുന്നത്. കൈവിട്ട കളി എന്താണെന്ന് അമേരിക്കക്കും ഇന്ത്യക്കും പാകിസ്ഥാനും മാത്രമേ അറിയൂ. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിളിച്ച് കൃത്യമായി പറഞ്ഞത് അത് പാകിസ്ഥാന്റെ ആണവായുധ പ്രയോഗത്തെ കുറിച്ച് തന്നെയായിരിക്കണം എന്നതിൽ സംശയമില്ല. പാകിസ്ഥാൻ ഈ സംഘർഷം ഇടയ്ക്കിടെ വഷളാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് ഇതിനു വേണ്ടിയായിരിക്കണം. അതുകൊണ്ടായിരിക്കണം ഈ കരാറുകൾ പാലിക്കാതെ വീണ്ടും ഈ കരാർ ലംഘനം, വെടിനിർത്തൽ കരാർ ലംഘനം പാകിസ്ഥാൻ നടത്തിയത്. ഈ യുദ്ധവേളയിൽ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഭീഷണി മുഴക്കിയതും നാം ഇത്തരണത്തിൽ ഓർക്കേണ്ടതാണ്. ആവശ്യത്തിൽ കൂടുതൽ ഞങ്ങളെ ഉപദ്രവിച്ചാൽ, അതിന് കവിഞ്ഞ് അനാവശ്യമായി ഞങ്ങളെ ഉപദ്രവിച്ചാൽ ഞങ്ങൾ ഈ ലോകത്തെ തന്നെ ഇല്ലാതാക്കി കളയുമെന്നായിരുന്നു. വിവേകത്തെക്കാൾ കൂടുതൽ വികാരത്തിന് അടിമപ്പെട്ട് ജീവിക്കുന്ന ഒരു ചെറിയ വിഭാഗമാണ് പാകിസ്ഥാനികൾ. അവർ എന്ത് ചെയ്യും, എപ്പോൾ ചെയ്യും എന്നത് ആർക്കും ഗണിച്ചെടുക്കാൻ കഴിയാത്ത ഒരു സംഭവമാണ്, ഒരു വസ്തുതയാണ്. അവരുടെ ഏത് പ്രവൃത്തിയെയും സംശയത്തോടെ മാത്രമേ കാണാനാവൂ. ഇന്നും നാളെയുമായി ഇന്നലെ വിട്ട ഡ്രോണുകളുടെ ബാക്കി പാകിസ്ഥാൻ ഉപയോഗിക്കാതിരുന്നാൽ ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരും എന്ന് നമുക്ക് ആശിക്കാം. അതല്ലെങ്കിൽ അമേരിക്ക മുന്നറിയിപ്പ് നൽകിയതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കൈവിട്ട കളി പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ പ്രയോഗിക്കും എന്ന് നമുക്ക് കണക്കൂട്ടാം.